ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ഫോറിയർ ട്രാൻസ്ഫോം ഞാൻ തന്ന നോട്ടുമായിട്ട് ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇത് ഞാൻ ടെക്സ്റ്റിനെ ബേസ് ചെയ്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫോറിയർ സീരീസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് സൈനേയും കോസൈനേയും സീരീസായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് ഫോറിയർ സീരീസ് എന്ന് പറയുന്നത്. അതായത് പീരിയോഡിക് ഫങ്ഷൻസിനെയാണ് നമ്മൾ ഫോറിയർ സീരീസായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്ത് വരും. ഇപ്പോൾ സൈൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ദാറ്റ് ഈസ് 0 to 2π വരെ ഉണ്ടാകുന്ന ആ സൈക്കിൾ എന്ന് പറയുന്നത് അതായിരിക്കും പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അങ്ങനെയുള്ള ഫങ്ഷൻസിനെയാണ് പീരിയോഡിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഈ പീരിയോഡിക് ഫംഗ്ഷൻ ആകുമ്പോൾ നമ്മൾ ലെങ്ത് ഓഫ് ദ പീരീഡ് എന്ന് പറയുന്നത് 0 to 2π, 0 to 3 അങ്ങനെയൊക്കെയായിരുന്നു ഡിഫൈൻ ചെയ്യുന്നത്. ഇനി 0 x ∞ എന്നൊരു കേസാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ പീരിയോഡിക് ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്ന കേസിൽ അതിനെ ഫോറിയർ സീരീസായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത്. ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. f(x) എന്ന് പറയുന്നത് integral 0 to infinity a of w cos wx plus b of w sin wx into dw, where a of w equal to 1 by pi into integral minus infinity to infinity f of v cos wv dv, bw equal to 1 by pi integral minus infinity to infinity f of v into sin wv dv. ഇതാണ് ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. ഇത് ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്, നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി f(x) എന്ന് പറയുന്നത് ഈവൻ ഓഡ് ആണെന്നതിനനുസരിച്ച് നമുക്ക് വേറെ രണ്ട് ഫോർമുലയും കൂടെ കിട്ടും. f(x) എന്ന് പറയുന്ന ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ f of v ഓഡ് ആണെങ്കിൽ ഓഡാണ്. കോസ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണ്. ഓഡ് ഇൻറ്റു ഈവൻ എന്ന് പറയുന്നത് എന്ത് വരും? ഓഡ് വരും. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് ഈസ് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ AW എന്ന് പറയുന്നത് 0 ആവും. f(x) എന്ന് പറയുന്നത് എന്ത് വരും? ഇൻ്റഗ്രൽ 0 to infinity AW 0 ആയി, then BW into sin WX dW എന്ന് വരും. വേർ BW എന്ന് പറയുന്നത് 2 by pi into ഇൻ്റഗ്രൽ 0 to infinity. അതായത് ഈ ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ AW 0 ആവും. ഈവൻ ടേം എന്ന് പറയുന്ന 2 times 0 to infinity ആയിട്ട് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. ദാറ്റ് ഈസ് 2 times 2 by pi into ഇൻ്റഗ്രൽ 0 to infinity f of v sin wv dv. ഇനി f(x) എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ, f(x) ഈവൻ ആകുമ്പോൾ എന്തായിരിക്കും വരുന്നത്? f(x) ഈവൻ ആണെങ്കിൽ BW എന്ന് പറയുന്ന ടേം 0 ആയിപ്പോൾ. ഈവൻ ആണെങ്കിൽ ഈവൻ ഈ സൈൻ എന്ന് പറയുന്നത് ഓഡാണ്. ഈവൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷനാണ്. ഈവൻ ഇൻറ്റു ഓഡ് എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ BWയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിപ്പോൾ. AW എന്ന് പറയുന്നത് മാത്രം വരും. അപ്പോൾ f(x) എന്ന് പറയുന്നത് എന്ത് വരും? ഇൻ്റഗ്രൽ 0 to infinity AW cos WX dW, where AW equal to 2 by pi into integral 0 to infinity f of v into cos WV dV. ഇനി പല ടെക്സ്റ്റിലും പല വേരിയബിൾസ് യൂസ് ചെയ്യാറുണ്ട്. ഈ ഡബ്ല്യുവിന് പകരം ലാംഡ എന്നും ആൽഫ എന്നും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ 3 ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഫോറിയർ ഇൻ്റഗ്രൽ ഫോർമുല. ഇത് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ, ഈ ഫോർമുല എന്ന് പറയുന്നത് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ.
മൂന്നും വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Using Fourier cosine integral, show that integral 0 to infinity cos pi by 2 into w by 1 minus w square into cos xw dw equal to pi by 2 into cos x if mod x less than pi by 2 and 0 if mod x greater than or equal to pi by 2. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ യൂസിങ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എന്നാണ്. യൂസിങ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണെന്ന് തെളിയിക്കുക. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ്, നമുക്ക് ഫോർമുല ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർമുല എഴുതണമെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് വേണം. എഫ് ഓഫ് എക്സ് എങ്ങനെ എടുക്കാം? ഇതിനെ എഫ് ഓഫ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് ഫോർ മോഡ് എക്സ് ലെസ് ദാൻ പൈ ബൈ 2 ആൻഡ് 0 ഫോർ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 2. ഇനി ചില ടെക്സ്റ്റിൽ നമ്മൾ ഈ പൈ ബൈ 2 കോസ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റൻ്റ് ഇല്ലാതെ കൺസിഡർ ചെയ്യും. അതായത് വെറും കോസ് എക്സ് എന്ന് മാത്രം എടുക്കും. രണ്ട് രീതിയിലെടുത്താലും ആൻസർ സെയിം തന്നെ ആയിരിക്കും കിട്ടുന്നത്. ചില ടെക്സ്റ്റിൽ ഈ കോൺസ്റ്റൻ്റ് ഇല്ലാതെ കോസ് എക്സ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്തെടുക്കും. അപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ ഒരു പൈ ബൈ 2 വരും, അത് കോസ് എക്സ്. ഇനി പൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞെടുത്താലും തെറ്റല്ല. അപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്നത് പൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് ഫോർ മോഡ് എക്സ് ലെസ് ദാൻ പൈ ബൈ 2, 0 ഫോർ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 2. ഈ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ഫോർമുല ഈസ് Fourier cosine integral. We have f of x equal to integral 0 to infinity aw cos wx dw, where aw equal to 2 by pi into integral 0 to infinity f of v into cos wv dv ആണ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലിൻ്റെ ഫോർമുല. ദാറ്റ് ഈസ് എ ഡബ്ല്യുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 2 by pi ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു, ഇവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് വി. എഫ് ഓഫ് വി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്ന പൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് ഫോർ മോഡ് എക്സ് ലെസ് ദാൻ പൈ ബൈ 2. ഫോർ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഒരിക്കൽ പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ വാല്യൂ 0. അപ്പോൾ ഇവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് മോഡ് എക്സ് ലെസ് ദാൻ പൈ ബൈ 2 ആയതുകൊണ്ട് ലിമിറ്റ് ഈസ് ഫ്രം 0 ടു പൈ ബൈ 2. എഫ് ഓഫ് വി, എഫ് എക്സ് എന്ന് പറയുന്നത് പൈ ബൈ 2 കോസ് എക്സ് എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് വി എന്ന് പറയുന്നത് പൈ ബൈ 2 ഇൻറ്റു കോസ് വി എന്ന് എഴുതാം, ഇൻറ്റു എഫ് ഓഫ് വി ഇൻറ്റു കോസ് ഡബ്ല്യു വി ഡി വി. ഇതാണ് ഫോർമുല. ഇനി പൈ ബൈ 2ഉം 2 ബൈ പൈയും കൂടെ ക്യാൻസലായിപ്പോയി. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 ഇത് കോസ് വി ഇൻറ്റു കോസ് ഡബ്ല്യു വി ഡി വി. ഇതിനെ നമ്മൾ 2 കോസ് എ കോസ് ബി എന്ന ഫോർമുലയിൽ എടുക്കാം. ദാറ്റ് ഈസ് 2 കോസ് എ കോസ് ബി എന്ന് പറയുമ്പോൾ ഒരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു 2 ഇൻറ്റു കോസ് വി ഇൻറ്റു കോസ് ഡബ്ല്യു വി ഡി വി. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു what is 2 cos a cos b, that is cos a plus b plus cos a minus b. കോസ് എ എന്ന് പറയുന്നത് ആംഗിൾ ഇതായിട്ട് എടുക്കണം, കോസ് ബി എന്ന് പറയുന്നതാണ് ബി. കോസ് എ കോസ് ബി, കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി ഇൻറ്റു ഡി വി.
integral 0 to pi by 2 which is equal to 1 by 2 into integrate ചെയ്യുക എന്ത് വരും integral cosൻ്റെ integral sin w plus 1 into v by w plus 1 plus sin w minus 1 into v by w minus 1 into ലിമിറ്റ് എന്ന് പറയുന്നത് 0 to pi by 2 it is equal to 1 by 2 into sin upper limit എന്ന് പറയുന്നത് sin w plus 1 into pi by 2 by w plus 1 plus sin w minus 1 into pi by 2 by w minus 1 upper limit minus lower limit എന്ന് പറഞ്ഞാൽ sin 0 വിക്ക് 0 കൊടുക്കുമ്പോൾ sin 0 0 ആണ് അപ്പോൾ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആയിപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1 by 2 into ഇനി sin w pi by 2 into w plus pi by 2 ഇങ്ങനെയാണ് വരുന്നത് വാട്ട് ഈസ് sin 90 പ്ലസ് തീറ്റ sin 90 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഗ്രാഫ് വരച്ച് നോക്കിയാൽ അറിയാം 90 പ്ലസ് തീറ്റ എന്ന് പറയുമ്പം ക്വാഡ്രൻ്റ് ഇതാണ് ഈ ക്വാഡ്രൻറ്റിൽ എ സി ടി എസ് ഇവിടെ ഓൾ പോസിറ്റീവ് കോസ് പോസിറ്റീവ് ടാൻ പോസിറ്റീവ് സൈൻ പോസിറ്റീവ് സൈൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ പോസിറ്റീവ് ആണ് അപ്പോൾ സൈൻ പൈ ബൈ 2 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ ആംഗിൾ പൈ ബൈ 2 ആണെങ്കിൽ സൈൻ എന്ന് പറയുന്നത് കോസ് ആയിട്ട് മാറും കോസ് തീറ്റ എന്ന് വരും ദാറ്റ് ഈസ് ഇവിടെ സൈൻ പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2 ഇൻറ്റു ഡബ്ല്യു എന്ന് പറയുന്നത് കോസ് പൈ ബൈ 2 ഇൻറ്റു ഡബ്ല്യു എ ബൈ w plus 1 മൈനസ് ഇവിടെ പൈ ബൈ 2 w മൈനസ് പൈ ബൈ 2 എന്ന് വരും ദാറ്റ് ഈസ് ഒരു മൈനസ് വരും മൈനസ് ഓഫ് പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 ഇൻറ്റു ഡബ്ല്യു എന്ന് എടുക്കാം സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ത് വരും മൈനസ് സൈൻ തീറ്റ എന്ന് വരും ദാറ്റ് ഈസ് മൈനസ് സൈൻ w pi by 2 minus pi by 2 into w എന്ന് വരും ദാറ്റ് ഈസ് മൈനസ് കോസ് w into pi by 2 by w minus 1 ദാറ്റ് ഈസ് ഇനി നമുക്കിവിടെ കോസ് പൈ ബൈ 2 ഇൻറ്റു ഡബ്ല്യു കോമൺ എടുക്കാം അപ്പോൾ എന്ത് വരും which is equal to 1 by 2 into cos pi by 2 into w cos pi by 2 into w common എടുത്തു it is into 1 by w plus 1 minus 1 by w minus 1 which is equal to 1 by 2 into cos pi by 2 into w into LCM എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വരും ന്യൂമറേറ്റർ എന്ന് പറയുന്നത് -2 എന്ന് വരും w മൈനസ് 1 മൈനസ് w മൈനസ് 1 -2 എന്ന് വരും ദാറ്റ് ഈസ് -2 ഈ 2 ക്യാൻസലായിപ്പോയി ബാക്കി നമുക്ക് കിട്ടുന്നത് കോസ് പൈ ബൈ 2 w ബൈ ഒരു മൈനസ് ഉണ്ട് ആ മൈനസിന് ഇതിനെ തിരിച്ചെഴുതാം 1 മൈനസ് w സ്ക്വയർ അത് കിട്ടിയത് കോസ് പൈ ബൈ 2 w ബൈ 1 മൈനസ് w സ്ക്വയർ എന്നാണ് കിട്ടിയത് എ ഡബ്ല്യുവിൻ്റെ വാല്യൂ ആണ് ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to infinity എ ഡബ്ല്യു ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഡി ഡബ്ല്യു എ ഡബ്ല്യു ഈസ് cos w into 5 by 2 by 1 minus w square into cos wx dw ഇങ്ങനെ കിട്ടി ഇനി നമുക്ക് ഇതിൽ നിന്ന്
integral 0 to infinity cos w pi by 2 into cos wx by 1 minus w square dw ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ് കിട്ടി. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എങ്ങനെയാണ് എടുത്തിരുന്നത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു കോസ് എക്സ് ഫോർ മോഡ് എക്സ് ലെസ് ദാൻ പൈ ബൈ ടു 0 ഫോർ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു പൈ ബൈ ടു. ഇതായിരുന്നു നമുക്ക് ഷോ ദാറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് കോസ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ഉപയോഗിച്ച് ഷോ ദാറ്റ് കോസ് പൈ ബൈ ടു w by 1 minus w square cos x w dw equal to. അതാണ് ഇവിടെ കിട്ടിയത്. ഫസ്റ്റ് ക്വസ്റ്റ്യനായി. അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് വൺ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഫൈൻഡ് ദ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 if mod x less than 1, 0 if mod x greater than 1. ഇപ്പോൾ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്? ഇപ്പോൾ എടുത്ത് പറഞ്ഞിട്ടില്ല. ഫൈൻഡ് ദ ഫോറിയർ ഇൻ്റഗ്രൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത് എങ്ങനെയാണ്? ഈ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഏതായിരിക്കും ഫോർമുല? ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ആയിരിക്കും. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ആയിരിക്കും. ഇനി ഈവനും അല്ല ഓടും അല്ലാത്ത ഫംഗ്ഷൻ, അതായത് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ എക്സാമ്പിൾ തന്നെ നോക്കാം. ഇത് ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ എന്ന് പറയാൻ ഒക്കില്ല. അങ്ങനെ വരുന്ന കേസിൽ ഫോറിയർ ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാം. ഇവിടെ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ്റെ ഫോർമുല എഴുതാം. എഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity എ ഡബ്ല്യു കോസ് ഡബ്ല്യു എക്സ് പ്ലസ് ബി ഡബ്ല്യു സൈൻ ഡബ്ല്യു എക്സ് ഡി ഡബ്ല്യു. where എ ഡബ്ല്യു ഈക്വൽ ടു 1 by pi into integral minus infinity to infinity f of v cos wv dv and bw equal to 1 by pi അല്ലെങ്കിൽ 2 by pi into integral 0 to infinity എന്ന് എടുക്കാം. ഫോർമുല എന്ന് പറയുന്നത് 1 by pi തന്നെയാണ്. 1 by pi തന്നെയാണ് ഫോർമുല. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് വി ഇൻറ്റു സൈൻ ഡബ്ല്യു വി ഡി വി. ഈവൻ ആണോ ഓഡാണോ എന്നുള്ളതനുസരിച്ചാണ് മാറുന്നത്. ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദിസ് വൺ. ഇതാണ് ഫോർമുല. ഇനി നമുക്ക് ഇതിൽ എ ഡബ്ല്യുവും ബി ഡബ്ല്യുവും കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് എ ഡബ്ല്യു കാൽക്കുലേറ്റ് ചെയ്യാം. എ ഡബ്ല്യു ഈക്വൽ ടു 1 by pi ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് വി സൈൻ ഡബ്ല്യു വി ഡി വി. ഇതാണ് ഫോർമുല. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? 1 if mod x less than 1. mod x less than 1 means -1 less than x less than 1. ഇതാണ് മീനിങ്. And for mod x greater than 1 value is 0. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ള ഇൻ്റർവെൽ ഇത് എങ്ങനെ നമുക്ക് എഴുതാം? ഇവിടെ വാല്യൂ ഉള്ളത് -1 to 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലാണ് വാല്യൂ ഉള്ളത് 1. അപ്പോൾ -1 ലിമിറ്റ് എന്ന് പറയുന്നത് -1 to 1. എഫ് ഓഫ് വി എന്ന് പറയുന്നത് 1 ഇൻറ്റു കോസ് ഡബ്ല്യു വി ഡി വി വിച്ച് ഈസ് ഈക്വൽ ടു 1 by pi ഇൻറ്റു കോസ് ഡബ്ല്യു വി ഡി വി. കോസ് ഡബ്ല്യു വിയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ ഡബ്ല്യു വി ബൈ വിത്ത് റെസ്പെക്ട് ടു വി ആണ് ചെയ്യുന്നത്, അപ്പോൾ ബൈ ഡബ്ല്യു. ലിമിറ്റ് ഈസ് ഫ്രം -1 to 1. ദാറ്റ് ഈസ് 1 by pi ഇൻറ്റു
1 by pi into w into sine w minus sine of minus w plus sine w എന്ന് വരും, which is equal to 2 sine w by pi w. ഇതാണ് 2 sine w by pi w. ഇനി ബി ഡബ്ല്യുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ബി ഡബ്ല്യുവിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 1 by pi into integral minus 1 to 1 sine wv dv. ഇവിടെ എന്ത് വരും? സൈൻ ഡബ്ല്യു വി ഡി വി ആണ്. എഫ് ഓഫ് വി എന്ന് പറയുന്നത് 1 ആണ്. എഫ് ഓഫ് വി 1 ഇൻറ്റു സൈൻ ഡബ്ല്യു വി ഡി വി. സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ ഇൻ്റഗ്രൽ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. Therefore f of x equal to 2 by pi into integral 0 to infinity cos wx sin w by w into dw. a w into cos wx dw അതായിരിക്കും ഫോർമുല. എ ഡബ്ല്യു എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് എന്താണ്? 2 സൈൻ ഡബ്ല്യു ബൈ പൈ ഡബ്ല്യു ആണ്. 2 ബൈ പൈ പുറത്തെടുത്തു. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് ഡബ്ല്യു എക്സ് സൈൻ ഡബ്ല്യു ബൈ ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു. എഫ് എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഇതിൽ നിന്ന് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് ഡബ്ല്യു എക്സ് സൈൻ ഡബ്ല്യു ബൈ w ഇൻറ്റു ഡി ഡബ്ല്യു. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? 2 ബൈ പൈ ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ 5/2 എന്ന് വരും. 5/2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു. 5/2 ഇൻറ്റു തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? 1 ഇഫ് മോഡ് എക്സ് ലെസ് ദാൻ 1 ആൻഡ് 0 ഇഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. That is, ഇനി മോഡ് എക്സ് ലെസ് ദാൻ 1ന് 1 എന്നും മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1ന് 0 എന്നും വാല്യൂ ഉണ്ട്. അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതിന് നമുക്കിവിടെ വാല്യൂ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. കാരണം അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. ഡിസ്കണ്ടിന്യൂസ് പോയിൻ്റ് ആണ് 1 എന്ന് പറയുന്ന പോയിൻ്റ്. അതായത് 1ന് ലെഫ്റ്റിലോട്ടുള്ളതിന് 1 എന്ന വാല്യൂവും റൈറ്റിലോട്ടുള്ളത് 0 എന്ന് പറയുന്ന വാല്യൂ. അറ്റ് ദ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ഡിസ്കണ്ടിന്യൂസ് പോയിൻ്റ് ആണ്. പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിയിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യുന്നത് ആ പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിയുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും ആവറേജ് വാല്യൂയിലേക്കായിരിക്കും കൺവേർജ് ചെയ്യുന്നത്. ഇവിടെ പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യുന്നത് എഫ് ഓഫ് 1 മൈനസ് പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് ബൈ 2. അതായത് 1ൻ്റെ പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഇവിടെ 1 ആണ്. 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും ആവറേജിലേക്ക്. ലെഫ്റ്റ് ഹാൻഡ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? 1 മൈനസ്, ദാറ്റ് ഈസ് ലെഫ്റ്റ് 1ന് ലെഫ്റ്റിലോട്ട് മോഡ് എക്സ് ലെസ് ദാൻ 1ന് വാല്യൂ 1 ആണ്. റൈറ്റ് ഫോർ ഗ്രേറ്റർ ദാൻ 1 വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ബൈ 2 ഫിസിക്കൽ ടു 1/2 എന്ന് വരും. അപ്പോൾ ഫോർ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് വാല്യൂ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 1ന് പ്രത്യേകം കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഫോർ എക്സ് ഈക്വൽ ടു 1 വാല്യൂ ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/2 ആണ്. ദാറ്റ് ഈസ് 5/2 ഇൻറ്റു 1/2 എന്ന് വരും. 5/2 ഇൻറ്റു 1/2 ദാറ്റ് ഈസ് 5/4. അതായത് എക്സ് ഈക്വൽ ടു 1ന് ഒരു 5/2 ഇൻറ്റു ഉണ്ട്. 5/2 ഇൻറ്റു വാല്യൂ 1/2 ദാറ്റ് ഈസ് 5/4. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലിൻ്റെ ഒരു ഫോർമുലയായി
ഒരു ക്വസ്റ്റ്യനായി, ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ്റെ ഒരു ക്വസ്റ്റ്യനായി. ഇനി നമുക്ക് ഫോറിയർ സൈൻ ഇൻ്റഗ്രലിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ക്ലാസ്സിൽ ടൈം കിട്ടുമ്പോൾ നോക്കാം. ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ. യൂസിങ് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 0 to infinity 1 minus cos pi into w by w sin xw dw equal to pi by 2 if 0 less than x less than pi, 0 if x greater than pi. Fourier സൈൻ ഇൻ്റഗ്രൽ ആണ്. ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ എഫ് ഓഫ് എക്സ് എഴുതണം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതായിട്ട് എടുക്കാം. ദറ്റ് ഈസ് പൈ ബൈ 2 ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ, 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ. ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ഈസ് ഫോറിയർ സൈൻ integral. We have f of x equal to integral 0 to infinity bw sin wx dw, where bw equal to 2 by pi into integral 0 to infinity f of v into sin wv dv ആണ് ഫോറിയർ സൈൻ ഇൻ്റഗ്രലിൻ്റെ ഫോർമുല. ഇനി ബി ഡബ്ല്യുവിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. That is BW equal to 2 by pi into integral 0 to infinity. ഇൻ്റഗ്രൽ 0 to infinity. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നമ്മുടെ എഫ് എക്സ് എന്ന് പറയുന്ന ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 if 0 less than x less than pi and 0 if x greater than pi. ഗ്രേറ്റർ ദാൻ പൈക്ക് വാല്യൂ 0 ആണ്, 0 to പൈക്ക് വാല്യൂ പൈ ബൈ 2 ആണ്. അപ്പം ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ 0 to പൈ ആയിരിക്കും. എഫ് എക്സിൻ്റെ വാല്യൂ പൈ ബൈ 2. ദറ്റ് ഈസ് 0 to പൈ, എഫ് എക്സ് എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 ഇൻറ്റു സൈൻ ഡബ്ല്യു വി ഡി വി. It is 2 by pi into pi by 2 into pi by 2 പുറത്തെടുക്കുമ്പോൾ ക്യാൻസലായി പോവും. ഇൻ്റഗ്രൽ 0 to pi sin wv dv. That is equal to, what is integral of sin wv dv? That is minus cos wv by w. That is 0 to pi. Upper limit value is cos pi w, cos n pi, cos n പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് -1 the whole raised to n ആണ്. അപ്പോൾ cos w ഇൻറ്റു പൈ എന്ന് പറയുമ്പോൾ cos w ഇൻറ്റു പൈ എന്ന് തന്നെ എഴുതാം. മൈനസ് cos w ഇൻറ്റു പൈ ബൈ w മൈനസ് അപ്പർ ലിമിറ്റായി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ cos 0 1 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, പ്ലസ് 1 ബൈ w. It is equal to 1 minus cos w into pi by w. ഇനി എഫ് എക്സ് ബി എ ഡബ്ല്യുവിൻ്റെ വാല്യൂ കിട്ടി. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to infinity പി ഡബ്ല്യു ഇൻറ്റു കോസ് ഡബ്ല്യു പൈ ബൈ ഡബ്ല്യു ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ഡി ഡബ്ല്യു. എഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to infinity 1 minus cos w pi by w into sin
wx dw equal to f of x, which is equal to f of x എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? pi by 2 for 0 less than x less than pi and 0 if x greater than pi. That is the Fourier sine integral representation. Okay, thank you.